എവിടെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് തട്ടും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. കൊലപാതക ഭീഷണി വരെ ആയല്ലേ? നിങ്ങളെന്നെ കൊല്ലും അതല്ലേ? നിന്നെ കൊല്ലേണ്ടി വന്നാ കൊല്ലും. 20ഓളം കുടുംബങ്ങൾക്ക് വഴി നിഷേധിച്ചെന്ന ഒരു സംഭവത്തെ പറ്റിയുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വിസ്മയ ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. കല്ലറ പാങ്ങോട് നിന്നാണ് ഈ വാർത്ത ഞങ്ങളുടെ റിപ്പോർട്ടർ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തത്. ഈ നാട്ടുകാർ വിളിച്ചിട്ടാണ് ഞങ്ങൾ എത്തിയത്. ഇവർ വളരെ കാലമായി അനുഭവിക്കുന്ന ഒരു വിഷയമാണ് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം. ചേട്ടാ, എന്താണ് നിങ്ങൾ അനുഭവിക്കുന്നത്? എത്ര കാലമായിട്ട് അനുഭവിക്കുന്നു? എന്തെല്ലാം നിങ്ങൾ അനുഭവിച്ചു? നമ്മളിതൊരു 10-70 വർഷത്തോളമായി. കാരണം നമ്മളെ വീട്ടീമാടെ കാലം പോലെ വഴിയില്ല. ഒരുപാട് പേര് നമ്മളെ കുട്ടിയുമായൊക്കെ തന്നെ അവർക്കൊക്കെ ക്യാൻസർ ഇതൊക്കെ വന്നിട്ട് കൊണ്ടുപോകാൻ ഒരു നിർവാഹമില്ലാതെ വന്നിട്ട് അവസാനം അവരെയൊക്കെ വാടക വീട്ടിൽ പോയവരുണ്ട്. കാരണം ഒരു വണ്ടിയുടെ സാന്നിധ്യത്തിന് വേണ്ടി വാടക വീട്ടിൽ പോയവരുണ്ട്. പിന്നെ ഒരു കുട്ടിയും അവിടെ സുഖമില്ലാതെ കിടന്ന് അവരെ കൊണ്ടുപോകാൻ പാങ്ങില്ലാതെ ഒരു മോൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ കിടന്നവർ മരിക്കുകയാണ് ചെയ്ത്. എന്നിട്ട് തിരിച്ച് നമ്മളെ ഈ കുടുംബത്ത് കൊണ്ടുവന്ന് കാണിക്കാനോ ഒന്നിനും ഇതുവരെ പറ്റിയിട്ടില്ല. നേരെ പള്ളി കൊണ്ടുവന്ന് നടക്കുകയാണ് ചെയ്ത്. അങ്ങനെ തന്നെ 2-3 പേരോളം റോഡിൽ വെച്ച് കാണിച്ചിട്ടാണ് കൊണ്ടുപോയി അടക്കുന്നത്. വാർത്ത വന്നതിന് പിന്നാലെ ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് എതിർഭാഗവും അയാളുടെ സുഹൃത്തുക്കളെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആളുകളും. റിപ്പോർട്ടർ ശ്രീജിത്ത് മാരാറിനെ വകവരുത്തും എന്നുള്ള രീതിയിലുള്ള ഓഡിയോ സന്ദേശം ഞങ്ങൾ പുറത്തുവിടുകയാണ്. ചേട്ടാ, അതിൽ ഭൂരിഭാഗം ജനങ്ങളും എല്ലാവരും ആ നാട്ടുകാർക്കൊപ്പമാണുള്ളത്. കാരണം അവരുടെ ഒരു എത്രയോ വർഷത്തെ ഒരു ആഗ്രഹമാണ്, ഒരു വഴി വേണമെന്നുള്ള സാധനം. അതിന് ഇത് നിൽക്കില്ല ചേട്ടാ. ഞാൻ പറയട്ടെ, ഞാൻ ഈ ഭാഗത്ത് ഈ പാങ്ങോട് ജംഗ്ഷൻ ചേട്ടൻ ആദ്യം എന്താ പറഞ്ഞേ? ഒരു മൈക്കും ക്യാമറ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമോ? എന്തും ചെയ്യാമോ? എന്തും ചെയ്യാമോ? ഞാൻ വീണ്ടും ആവർത്തിക്കാൻ എന്തും ചെയ്യാമോ? ഞാൻ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൂ. ഇത് തന്നെയാണ് എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണോ ഞാൻ ചെയ്ത്? നാട്ടുകാർക്ക് വേണ്ടിയല്ലേ ചെയ്തത്? കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ നടപടി ഉണ്ടായില്ലേ? നടപടി അല്ലല്ലോ ചേട്ടാ. എത്രയും 2 പേരും മരിച്ചിട്ട് അവരുടെ ബോഡി, അവരുടെ മയ്യത്ത് പോലും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ മയ്യത്തൊക്കെ കൊണ്ടുപോകാൻ നിങ്ങൾ വന്ന് ഇവിടെ മയ്യത്തൊന്നും കൊച്ചാലമൂട്ടി കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഉള്ള ആളുകൾക്ക് മയ്യത്ത് കൊണ്ടുപോകാനുള്ള സംരക്ഷണമുണ്ട്. അവിടെ 3 കുടുംബങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. 3 വീട് മാത്രമേ. ഞാൻ നടന്നെല്ലാം കണ്ടല്ലേ ചേട്ടാ. നിങ്ങൾ പറയുന്ന 10ഓളം കുടുംബങ്ങളുണ്ടെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും 20 കുടുംബങ്ങളുണ്ട്. ഞാൻ എല്ലാവരുടെ വീട്ടിലും പോയതാണ്. നോമ്പ് പിടിക്കുന്ന ആളൊക്കെ അല്ലേ ചേട്ടാ? നിങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. സന്തോഷം. അങ്ങനെയെങ്കിൽ ഇത് 10 പേര് അറിയണം. ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ അറിയാതെ നമുക്ക് ഈ സലീം എന്ന് പറയുന്നത് എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ ഈ സലീമിക്കയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി സംസാരിക്കുക. നിങ്ങൾ ജനങ്ങളോട് നിൽക്കും. എവിടെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് തട്ടും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. കൊലപാതക ഭീഷണി വരെ ആയല്ലേ? നിങ്ങളെന്നെ കൊല്ലും അതല്ലേ? നിന്നെ കൊല്ലേണ്ടി വന്നാ കൊല്ലും. ചേട്ടന്റെ പേരെന്താണ് ചേട്ടാ? ചേട്ടന്റെ പേരെന്ന് പറയോ? അയ്യോ, പേര് പറഞ്ഞ ഇയാൾ അങ്ങ് എന്നെ തല വീശികളെ പോടെ. നീ ഈ നാട്ടിൽ വന്ന് ഇല്ലാത്ത ഒരു കാര്യം, ഇല്ലാത്ത കാര്യമാണ്, നമ്മൾ കണ്ട കാര്യമല്ലേ ചേട്ടാ. ഇപ്പോഴും ഞാൻ പറയണ ചേട്ടാ, ഒരുപാട് പേര് വസ്തു കൊടുത്ത് ആ വഴി പകുതിയാക്കി വെച്ചേക്കണ ചേട്ടാ. ദയവ് ചെയ്തൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ജനങ്ങൾക്ക് ഒരു ഉപകാരമായി. അവർ ആശുപത്രി പോണ ആളെ കസേര എഴുതി കൊണ്ടുവന്ന അവസ്ഥയാണ് അവിടെ. ഇതല്ലാതെ പോകുമ്പഴി പിന്നെ ചേട്ടൻ പറയുന്നതൊക്കെ തട്ടും കൊന്നുകളയെന്നൊക്കെ പറയുന്നതാണ് പോകുമ്പഴി. മതില് പൊളിക്കുന്നതാണ് മര്യാദ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ. അത്രയും പേര് ഒരാൾക്ക് അസുഖമായി കഴിഞ്ഞാൽ അവരെ കസേര ചേട്ടാ കൊണ്ടുപോകണേ. നിങ്ങൾ ചെയ്യുന്ന വാർത്ത സത്യസന്ധമായിരിക്കണം. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ആദ്യമേ പറയാതെ ആദ്യം പറഞ്ഞ് കൊല്ലും വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പാണ് സമാധാനം സംസാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ട്. ചെറിയ കാര്യം ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. ഇത്തരം ഭീഷണികളും നമുക്ക് ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ നല്ല പ്രവൃത്തി നമ്മൾ പിന്മാറില്ല. നമ്മൾ നല്ല കാര്യം ചെയ്യും. പാവങ്ങളായ കുറെ സാധാരണക്കാരുടെ വഴി തടസ്സപ്പെടുത്തിയിട്ട് അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുമ്പോൾ അസ്വസ്ഥരായി നിങ്ങൾ നടത്തുന്ന ഭീഷണിയിലും ഗുണ്ടായുസത്തിലുമൊന്നും ഇവിടെ വില പോകില്ല എന്ന സത്യം ഭീഷണിപ്പെടുത്തുന്നവർ ഒന്ന് ഓർത്തുവെക്കണം. വിസ്മയ ന്യൂസും അതിലെ ജീവനക്കാരും സാധാരണക്കാരുടെ ശബ്ദമായി ഇവിടെ തന്നെ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.